ഡോക്ടർ മോഹൻ വർഗീസിൽ നിന്ന് ആരംഭിക്കാൻ. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, 80% പോളിംഗ് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ തന്നെ പറയാം. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക്, അതായത് അപ്ഡേറ്റ് 7 മണിക്ക് വന്നിരിക്കുന്നത് 77.45%. ഇപ്പോൾ ഈ 6 മണി കഴിഞ്ഞിട്ടും പലയിടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. കാരണം ആളുകൾ ക്യൂവിലാണ്. അപ്പോൾ അവർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിലൊരു ഒരു ഒരു കണക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലേറ്റ് നൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കാം. 80% വോട്ടിംഗ്. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ 87-ൽ 81-82% ഒരുപക്ഷെ വർഗീസ് ജോർജിന് നന്നായിട്ട് അറിയാം. അത് 81-82% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത് കാണിക്കുന്നത് 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പ് വളരെ സജീവമായിട്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമുക്കറിയാം സജീവമായിട്ട് ഇറങ്ങി വളരെ സക്രിയമായിരുന്നു. അതുപോലെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനും ഈ 3 മുന്നണികളും വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചില്ലേ? അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയല്ലേ ഇത് 80% പോളിംഗ്? ശ്രീ അനിൽ, വ്യത്യസ്തമായ കാരണങ്ങളാലാണ് പോളിംഗ് ശതമാനം കൂടുന്നത്. അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത് SIR ആണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിലൂടെ അനാവശ്യമായ വോട്ടുകൾ, അല്ലെങ്കിൽ ഡബിളിങ് വന്ന വോട്ടുകൾ, അതുപോലെ എന്തെങ്കിലും സംശയമുള്ള വോട്ടുകൾ, അല്ല എങ്കിൽ സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ, ഇതെല്ലാം തന്നെ വെട്ടിമാറ്റപ്പെടുന്നു. മരിച്ചവരുടെ ഉൾപ്പെടെ വോട്ടുകൾ പ്രൂൺ ചെയ്ത് കളയുമ്പോൾ കാച്ചി കുറുക്കിയെടുത്തൊരു പട്ടികയാണ് SIRലൂടെ നമുക്ക് ഇലക്ട്രൽ റോളായി ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു നല്ല പങ്കും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ അന്തിമ കണക്കുകൾ വന്നു എങ്കിൽ മാത്രമേ യഥാർത്ഥ ചിത്രം വെളിയിലാവൂ. ഇപ്പോഴത്തെ കണക്കുകൾ 6 മണി സമയത്ത് വരുന്ന, പോളിംഗ് അവസാനിച്ച സമയത്തോ അല്ലെങ്കിൽ ഒരുപക്ഷെ 7 മണിക്ക് പോലുമോ കംപ്ലീറ്റ് കണക്കുകൾ വരാൻ സാധിക്കില്ല. അത് നാളെ രാവിലെ വരെ ഒരുപക്ഷെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അന്തിമ കണക്ക് വരുമ്പോൾ 80% കൂടിയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ അവലോകനം നടത്തേണ്ടത്. ഒന്നാമത്തെ കാര്യം, സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം കൂടിയാൽ പരമ്പരാഗതമായി മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ പ്രയോജനം UDFനായിരിക്കും. അതിന് കാരണം എന്താണ്? LDF ഒരു കേഡർ ബേസ്ഡ് സംവിധാനമാണ്. BJP മുൻകാലങ്ങളിൽ 80-ന് മുൻപ് BJP ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു. അവിടെ കേഡർ സ്വഭാവമുള്ള LDF അവരുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യുന്നു. അഡീഷണലായി വരുന്നത് UDF ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ വരുമ്പോഴാണ് അവസാന UDF വോട്ടുകളും പോൾ ചെയ്യപ്പെടുന്നത്. അത് മരവിപ്പിക്കപ്പെടാതെ പോൾ ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനം ഉയരുന്നത് UDFന് അനുകൂലം എന്ന രീതിയിലാണ് വളരെ പണ്ട് കണക്കാക്കിയിരുന്നത്. പക്ഷേ ആ സാഹചര്യം മാറി. പോളിംഗ് ശതമാനം എപ്പോഴെല്ലാം 75 കടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ 80-നോട് അടുപ്പിച്ച് വന്നിട്ടുണ്ടോ, മാറിയും മറിഞ്ഞും UDFനും LDFനും പ്രയോജനം വന്നിരിക്കുന്നു. ഇപ്പോഴിതാ ദർ ഈസ് എ തേർഡ് ഫ്രണ്ട്, എ വയബിൾ ആൾട്ടർനേറ്റീവ്. UDFനും LDFനും ബദലായി ഒരു യഥാർത്ഥത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രൂപത്തിൽ BJP മുന്നണി, അതായത് NDA മുന്നണി കൂടി കടന്നു വരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ദി പീപ്പിൾ ഹാവ് ദി ഫ്ലെക്സിബിലിറ്റി ടു പാർക്ക് ദി വോട്ട്. UDFനോ LDFനോ NDAയ്ക്കോ വോട്ടുകൾ പാർക്ക് ചെയ്യാൻ ആളുകൾക്ക് ഇഷ്ടാനുസരണം വോട്ട് ചെയ്യാനുള്ള അന്തരീക്ഷമുള്ളപ്പോൾ വോട്ടുകൾ മരവിപ്പിക്കപ്പെടാതെ കൃത്യമായി പോൾ ചെയ്യപ്പെടും. ഇതാണ് അതിൻ്റെ വോട്ടിംഗ് ശതമാനം ഉയരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി വോട്ടിംഗ് ശതമാനം ഇത്രയും പോരല്ലോ, SIR അനുസരിച്ച് ഇത്രയും പോരല്ലോ, അതിനുള്ള കൃത്യമായ ഉത്തരം, വലിയൊരു ഭാഗം ആളുകൾ ഗൾഫ് നാടുകളിലാണ്, അവർക്ക് പൗരന്മാരാണ്. അവരിൽ പലരും വോട്ടിംഗ് സമയത്ത് കേരളത്തിലെത്തി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഉൾപ്പെടെ മലബാർ മേഖലയിലൊക്കെ ചാർട്ടേഡ് വിമാനങ്ങളിൽ വന്ന് വോട്ട് ചെയ്തിരുന്നൊരു പാരമ്പര്യമുണ്ട്. ഇപ്രാവശ്യം യുദ്ധം നടക്കുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊരു ചെറിയ നമ്പർ മാത്രമാണ് ഒരുപക്ഷെ നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യത. നോക്കൂ, 35 ലക്ഷത്തോളം പേര് മലയാളികൾ അവർ ഗൾഫിലാണെന്ന് ഓർക്കണം. അവരുടെ വോട്ടെന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യ തന്നെ 35, പിന്നെ ഒരു അതിൻ്റെ 10% അല്ലേ, 3.5 കോടിയുടെ 10% 35 ലക്ഷം. അപ്പോൾ അവിടെ കൃത്യമായി പറഞ്ഞാൽ ഒരു കാലത്തും 90%-ലധികം ഒരു കാരണവശാലും എത്ര കാച്ചിക്കുറുക്കിയ വോട്ടർ പട്ടികയാണെങ്കിലും ചെയ്യാനാവില്ല. പിന്നെ വളരെ വൃദ്ധ ജനങ്ങൾ, തീരെ അവശ്യ നിലയിലായ സീനിയർ സിറ്റിസൺസ്, അവർക്കൊക്കെ പ്രത്യേക പ്രൊവിഷൻ ഒരുക്കിയിട്ടുണ്ടെങ്കിലും മുൻകൂർ വോട്ട് ചെയ്യാൻ അനുവാദമുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ പോൾ ചെയ്യപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സാമാന്യം ഹെൽത്തിയായ
പോളിംഗ് ശതമാനമാണ്. അതുകൊണ്ടാണ് മൂന്ന് മുന്നണികളും ഇത് അവർക്ക് അഡ്വാൻറ്റേജ് ആണ് എന്ന രീതിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീ അനിൽ